സാറേ, ആ ബാറിലെ കുത്തുകേസില്ലേ, കുത്തു കൊണ്ടവന്റെയും കുത്തിയവന്റെയും വീട്ടുകാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് കേസ് എടുക്കണം? നമുക്ക് കുത്തിയവന്റെ കേസ് മതി. അയ്യോ, കുത്തു കൊണ്ടവന്റെ ആവുമ്പോ നമുക്ക് ജയിക്കാൻ എളുപ്പമല്ലേ സാറേ? ജയിക്കാൻ എളുപ്പമാ, മറ്റേതാകുമ്പോ നമുക്ക് ജീവിക്കാൻ എളുപ്പമാ. അല്ലെങ്കിൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റോ വന്ന് നമ്മളെ കുത്തും. അയ്യോ സാർ, ക്യാപ്സിക്കം മുറിച്ച് വെച്ച പോലെ ഒരു മുഖമായിട്ട് ഒരാൾ വരുന്നുണ്ട്. കിളി പോയ കേസാന്ന് തോന്നണം. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ഭാര്യ വേണം. ഭാര്യ വേണം? ഫ്രിഡ്ജിലിരിക്കുകയാണ്, മെൽറ്റ് ആയിട്ടിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവും, അപ്പൊ എടുത്തു തരാം. അവളെപ്പോ ഫ്രിഡ്ജ് വന്ന് കയറി? ഞാൻ പറഞ്ഞില്ലേ കിളി പോയ കേസാണെന്ന്. ഇവിടെ വാടോ, തന്റെ ഭാര്യ എങ്ങനെയാണോ ഇവിടുത്തെ ഫ്രിഡ്ജിലുണ്ടാവണ? അതാ ഞാൻ വരച്ച ഫ്രിഡ്ജ് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. സാറ് മണ്ടത്തരം പറയുകയും ചെയ്യും. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ തന്റെ പ്രശ്നം, അത് പറയും. സാറേ, എന്റെ ഭാര്യ പറഞ്ഞു എന്നെ അപ്പൊ അവക്ക് വേണ്ടാന്ന്. സ്വാഭാവികം, പറയുമല്ലോ. അവള് എനിക്കെതിരെ വിവാഹമോചന കേസ് കൊടുത്തേക്കാണ്. കൊടുക്കട്ടെ എന്ന്, കൊടുക്ക്, അവർക്കൊരു മനസ്സമാധാനം വേണ്ടേ? സാറേ, എന്റെ പൊന്നിനെ എനിക്ക് വേണം സാറേ. എനിക്ക് അവളെ വേണം. ചേച്ചിക്ക് ഡിവോഴ്സ് വേണം? വേണം. ചേട്ടൻ ഡിവോഴ്സ് വേണ്ട? വേണ്ട. സാറേ, നമുക്കിപ്പോ എന്ത് വേണം? നമുക്ക് ഈ കേസ് വേണം, അല്ലാതെ വേറെ എന്താ നമുക്ക് പണി? ഈ കേസിന്റെ കാര്യം പറഞ്ഞ് ഞാൻ കുറെ വക്കീലന്മാരെ പോയി കണ്ടു. അപ്പൊ അവരാണ് പറഞ്ഞത് ഇങ്ങനെ തല്ലിപ്പിരിയുന്ന ഭാര്യമാരെ തിരിച്ചു കൊണ്ടുവന്ന ഒരാളുണ്ട്, അത് നിങ്ങളാണെന്ന്. ഓക്കെ, താൻ കൃത്യ സ്ഥലത്താ വന്ന് പെട്ടേക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് ശരിയാക്കി കളയാം. എന്താ തന്റെ പേര്? കണ്ടറിഞ്ഞൂടെ? സാധു. അതോ? എനിക്ക് ആരോടോ ഈ പേരിട്ടത്? കുഞ്ഞിലെ എന്റെ അച്ഛയിട്ട പേരാ. പിന്നെ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയല്ലേ പേരിട്ടത്. തന്റെ ഭാര്യയുടെ പേരെന്താ? എന്റെ ഭാര്യയുടെ ശ്രീജ, എന്റെ പൊന്ന്. ഓ, അപ്പൊ ഈ ശ്രീജയ്ക്ക് ഇപ്പൊ ഡൈവോഴ്സ് വേണോന്നാണ് പറയുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം? എന്റെ ഭാര്യ പറയുക, ഞാനിപ്പോ അവളെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് ഭയങ്കര ജാടയാന്ന്. ശരിക്കും നിങ്ങൾ മൈൻഡ് ചെയ്യാറില്ലേ? സാറേ, 8 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് ഇന്നേ വരെ ഒരു കുഞ്ഞിനെ തരാൻ അവക്ക് പറ്റിയിട്ടുണ്ടോ? ഓ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ലേ താമസം? ഒരുമിച്ചാണ്. അവള് വീട്ടിനകത്ത്, ഞാൻ വെളിയിൽ മരത്തിന്റെ മേളിൽ ഏർമാടം കെട്ടി താമസിക്കുക. ഓ, അപ്പൊ കുട്ടികളില്ല? ഇല്ല ഇല്ല. വല്ലപ്പോഴും എനിക്ക് ആ മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചേച്ചിയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യണം. ഏമേ, ഇപ്പൊ പുള്ളി ചെയ്യണെന്താന്നറിയാമോ? ATM ന്ന് കാശ് വലിക്കാനേ നോക്കുന്നുള്ളൂ, അക്കൗണ്ടിലേക്ക് ഒന്നും ഇടുന്നില്ല. അതെ, അപ്പൊ സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? സാറേ, എന്റെ മോഹം കണ്ടറിഞ്ഞു. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. തറവാട്ടി പറഞ്ഞവനാ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ തറാന്ന് എഴുതിയിട്ടുണ്ട്, വാടി വായിക്കാൻ പറ്റില്ല. വാടി ഇപ്പുറത്തുണ്ട്. ഉണ്ട്. ഞാൻ സ്ത്രീധനം മേടിക്കണ ആളൊന്നുമല്ല. എന്റെ അടുത്ത് ആ ഒരു ആവതം ചോദിച്ചു, ഞാൻ മേടിച്ചില്ല. പക്ഷെ അവര് തന്ന്. അപ്പോൾ എളുപ്പില്ലാതെ മേടിച്ച്. എത്ര കിട്ടി? 50 പവന് 25 ലക്ഷം രൂപ കിട്ടി. പക്ഷെ ഇതെല്ലാം ബാക്കി കൊണ്ടിട്ടേക്ക. ഇതൊക്കെ അനുഭവിക്കാൻ പിള്ളേര് വേണ്ടേ? പിള്ളേരുണ്ടോ? ഇല്ല ഇല്ല. ഓഹോ, ഫുൾ പേയ്മെന്റ് മേടിച്ചിട്ടും സ്റ്റേജിൽ കയറി പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത ഒരു ആർട്ടിസ്റ്റാണ് ഈ സംസാരിക്കുന്നത്. എടോ, തന്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞാലേ എനിക്ക് കോടതിയിൽ വാദിക്കാൻ പറ്റൂ. അപ്പൊ താൻ എങ്ങനെയാണ് വീട്ടിൽ ഭാര്യയോട് പെരുമാറുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അറിയണം. അതൊന്ന് അഭിനയിച്ച് കാണിക്കണം. സാറേ, അവിടുന്ന് അഭിനയിച്ച് കാണിക്കണമെങ്കിൽ എന്റെ കൂടെ എന്റെ പൊന്നുണ്ടോ? അയ്യോ, ശ്രീജ ഇല്ലല്ലോ അല്ലേ? ഓ, ശ്രീജയ്ക്ക് പകരം വേറൊരു കുട്ടിയായാലോ? അങ്ങനെ പറയരുത് സാറേ. എന്റെ പൊന്ന് ശ്രീജ അല്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഹേമയെ കൊണ്ട് ശ്രീജയുടെ വേഷം ചെയ്യിച്ചാലോ? ആരാത്? ഹേമ. എന്നാ ഓക്കെ. അയ്യോ സാറേ, ഞാൻ അഭിനയിച്ച അത് ശരിയാവുമോ? അയ്യോ, ഇപ്പോഴേ അഭിനയിച്ച് കയറുകയാണല്ലോ. അതെ, ബിഹേവ് ചെയ്താൽ മതി, ഓവർ ആക്ടിങ് വേണ്ട. രണ്ടുപേരോടാണ്. അപ്പോ ഈ നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്നു. ഈ സമയത്ത് ഭാര്യ വന്ന് വാതിൽ തുറക്കുന്നു, നിങ്ങൾ വാതിൽ മുട്ടുന്നു, ഭാര്യ വാതിൽ തുറക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ബിഹേവ് ചെയ്താൽ മതി. അപ്പുറത്ത് പോയി നിന്നു. അയ്യോ, വേറെ കാര്യമുണ്ട്. ഞാൻ വാതിലെ മുട്ടത്തില്ല. ഞാൻ വീടിന്റെ മുറ്റത്ത് വന്നവണ്ണ വിളിക്കുള്ളൂ, ശ്രീജേ എന്ന് വിളിക്കുള്ളൂ. ഞാൻ തട്ടത്തില്ല. വാതിൽ മുട്ടിക്കോ. അതിപ്പോഴത്തെ ട്രെൻഡാ. താൻ ഫേമസ് ആവുകയും ചെയ്യും. എത്ര മണി കഴിഞ്ഞ് മുട്ടണം? അത് സമയമൊന്നും നോക്കണ്ട. ഭാര്യ അടുക്കളയിലെ പണി കഴിയുമ്പോ പാക്കപ്പ് പറയും. ആ സമയത്ത് കയറി മുട്ടിക്കോ. വരുന്നു, ജോലി കഴിഞ്ഞ് വരുന്നു. അടുക്കളയിലെ പണിയാ കഴിഞ്ഞോ? ഭാര്യയാണ് കേട്ടോ ഇത്. വൃത്തിയായിട്ടവളെ, ഇത്ര സമയം നീ എവിടെ ആയിരുന്നീ? നീ എത്ര നേരം കൂടി കത്ത് കത്തുന്നീ? നീ ആരോട്ട് ചാറ്റ് ചെയ്തോണ്ടിരുന്നീ? ഏതായിരുന്നു നിന്റെ കാമുവൻ? ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കത്തിട്ട് വിചാരിച്ചോ മിനി? സ്വന്തം ഭാര്യയുടെ പേര് മറന്നു പോണോടോ. ഞാനെന്ത് മനുഷ്യനാണോ? തന്റെ ഭാര്യയുടെ പേര് ശ്രീജ എന്നല്ലേ? ഇതാ സാറേ പ്രശ്നം. എന്റെ ഭാര്യ കഥകു തുറന്ന പേര് മാറിപ്പോ. ഭാര്യയുടെ പേര് മാറിപ്പോ? താനപ്പോ അത്ര നല്ല പുള്ളിയൊന്നും അല്ല. അപ്പൊ ഈ കേസ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതി ചെല്ലുമ്പോൾ ഒരു ബലം കിട്ടൂല. അപ്പൊ നമുക്കൊരു പണിയായി. ഈ കേസിൽ നമുക്കൊരു ബലം കിട്ടണമെങ്കിൽ നമുക്കൊരു മൂന്നാമൻ വേണം. അതായത് ഈ കേസിൽ നിങ്ങൾക്ക് സൈഡ് പറയാൻ വേണ്ടി, നിങ്ങളുടെ വശം സംസാരിക്കാൻ വേണ്ടി ഒരു സാക്ഷിയെ വേണം. അത് നല്ല പച്ച കള്ളം വിളിച്ചു പറയുന്ന ഒരു കള്ളസാക്ഷി. പച്ച നിറത്തിലുള്ള കള്ളം പറയുന്നത് അങ്ങനെയാണെങ്കിൽ സാറിന് പറഞ്ഞാ പോരെ? ആ പൈസ നമുക്ക് കിട്ടില്ലേ? അതന്നെ, സാറിനെ പോലെ പച്ച കള്ളം പറയാൻ നമ്മളെ കോടതിയിൽ ആരെങ്കിലും ഉണ്ടോ? അത് കറക്റ്റാ. അല്ല,
ഞാൻ കൂട്ടിക്കയറി ഇങ്ങനെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇവിടെ നിന്ന് വിസ്തരിക്കും. അയ്യോ അത് ശരിയാ. അത് പറ്റൂല എടോ കള്ളസാക്ഷിയെ താൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ എന്റെ പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ട്. ആളെങ്ങനെയുണ്ട്? അയ്യോ അവൻ ജീനിയസാ. ജീനിയസാ. തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആളാണ്. എന്നാ അവര് ചെവി കൂടെ നോക്കണം. എന്ത്? അവന്റെ തല ആൾ താമസം ഉണ്ടോ? താൻ പോയി വിളിക്ക്. ഇവന്റെ തലയ്ക്കകത്ത് ആൾ താമസം. ഉൾട്ടാ ഞാൻ കാര്യം വന്നേ അത് തരാം. എന്റെ ഫോട്ടോയാണ് തീപ്പട്ടിക്കകത്ത് വെച്ചേക്കുന്നത്. ഉൾട്ടാ എങ്ങനെ തിരിച്ചാലും ആളെ കിട്ടും. നമസ്കാരം. ഓവർ ഓവറാണല്ലോ പള്ള പിടിക്കാൻ പൊട്ടിക്കും. നിന്റെ അടുത്ത് നീ എപ്പോ പോയി വെള്ളം അടിച്ചടാ? കോടതിയല്ലേ അണ്ണാ? കൈ കെട്ടിയൊക്കെ നിൽക്കാതെ കൈ താത്തിട്. കോടതി എന്ന് പറഞ്ഞത് ഇത് വക്കീൽ ഓഫീസാ. കോടതിയല്ലേ? എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പറയണ്ടേ? അളേ പറയേ നീ തന്നെയാണേ പറയണേ. ഞാൻ അളിയാന്നൊക്കെ വിളിച്ചാ പിന്നെ ഞാൻ ഈ പുള്ളിക്കാരന്റെ പെങ്ങളെ കെട്ടണ്ടേ. അപ്പൊ എനിക്ക് 2 ഭാര്യയായി. മതി. അതെ നിങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആള് ഭയങ്കര ജീനിയസ് ആണ്. എന്താണ് പേരെന്താണ്? എന്റെ പേരോ? അയ്യോ അതൊരു കഥയാണ് കേട്ടാ. പേരൊരു കഥയാണോ? സാധാരണ കഥയ്ക്കല്ലേ പേര്? അതായത് എന്റെ അച്ഛൻ ഭയങ്കര പന്തുകളി പ്രേമിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സച്ചിൻ എന്നാ പേരിട്ടിരിക്കുന്ന. വെരി ഗുഡ്. അയ്യോ മോനെ വിളിച്ചെന്തിനാണെന്ന് അറിയാമോ? ഇവരെ ഡൈവോഴ്സ് കേസൊക്കെ അറിയാലോ. അപ്പൊ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണം കോടതിയിൽ പോയിട്ട്. അതിന് വേണ്ടിട്ട് താങ്കൾ കള്ളസാക്ഷി പറയണം. എന്തോന്നാ? കോടതിയിൽ കയറി കുറച്ച് കള്ളങ്ങൾ പറയണം. ഞാൻ നുണ പറയാനാ? അണ്ണാ എന്റെ അച്ഛൻ എന്റെ അമ്മ ഞങ്ങളുടെ കുടുംബക്കാരും ഇന്ന് വരെ കള്ളം പറയത്തില്ല. വേണം ഞാൻ കൊലക്കേസിന് ഞാൻ സാക്ഷി പറയാം. കള്ളം പറയത്തില്ല. എനിക്ക് വേണ്ടി പറയണ ഇല്ലണ്ണ. എനിക്ക് വേണ്ടി പറയണോ? ഇല്ല. ഫോണടിക്കുന്നു എടുത്തോ. തന്നെയാണോ? ബാങ്കിന്നോ? സാറ് ഞാന് ആശുപത്രിയില്ല, ഐസിയുല് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറഞ്ഞ് കിടക്കുകയാണ് കേട്ടാ. എന്റെ അച്ഛൻ കരഞ്ഞതാ. പിന്നെ ആ ലോണിന്റെ കാര്യം ഒന്ന് മാറ്റി തരണം. ഡോക്ടർ വരുന്നു വെക്കട്ടെ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു വന്നത്? അല്ല നമ്മള് കള്ളം പറയണതിനെ കുറിച്ച് പറയത്തില്ല. നുണ പറയത്തില്ല. പ്രതീക്ഷിക്കണം, നുണ പറയില്ല. മിസ്റ്റർ സത്യസന്ധൻ, നിങ്ങളിപ്പോ ആ ബാങ്കുകാരോട് പറഞ്ഞില്ലേ ഇല്ലാത്തതൊക്കെ? അതുപോലെ തന്നെ കോടതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇതാണോ നോണ? അത് തന്നെയാണോണ? അയ്യടാ ജീനിയസ് ആണല്ലേ. അതെ ഇപ്പൊ ഇവര് രണ്ടുപേരും, അതായത് ശ്രീജയും സാധുവും തമ്മിൽ നല്ല കുടുംബജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഇതൊരു മാതൃകാ കുടുംബമാണ് എന്ന് താൻ കോടതിയിൽ പറയണം. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ചോദിക്കാം, ശ്രീജ സാധു ദമ്പതികളുടെ ജീവിതം എങ്ങനെയാണ് മിസ്റ്റർ സച്ചിൻ? പറയൂ. ഓണർ, ഇവർ രണ്ടുപേരും നല്ല ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. ചേച്ചി എന്നും രാവിലെ എഴുന്നേറ്റു ചേട്ടന്റെ കാലെ തൊട്ടു തൊഴുതും. രണ്ടുപേരും എന്നിട്ട് ഹാസ്യങ്ങൾ പറയും. ഹാസ്യത്തിൽ 3 സാഹിത്യവും കാണും. സാറേ പിന്നെ ചിപ്പൂരി മാറ്റിക്കോട്ടോ. വേണ്ടി വരും. ബാക്കിയും കൂടെ വിളിച്ച് പറയവൻ. അതെ കറക്റ്റ്. പഠിച്ച് പറയാണെന്ന് പറയത്തേ എടാ. ഇങ്ങനെ കള്ളം പറയുമ്പോ കുറച്ച് നാച്ചുറൽ ആയിട്ട് പറയണം. ഇവനെ പറഞ്ഞു കൊടുത്തേ മറ്റവനെ വിളി. ആരെ? അവനെ ആദ്യം പറഞ്ഞു വിടും. ഞാൻ ഈ കേസ് എങ്ങനെയും നടത്തി. എന്റെ പൊന്നിന് എനിക്ക് വേണമെന്ന്. എടോ നാച്ചുറൽ ആയിട്ട് കള്ളം പറയണം. സാറേ ഈ നാച്ചുറലായിട്ട് പറഞ്ഞാൽ അത് കള്ളത്തരമാവും. കള്ളത്തരം പറഞ്ഞാലോ അത് നാച്ചുറൽ ആകും. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കൂതറ ഒരു ഭാര്യയും ഭർത്താവും ഞാൻ കണ്ടിട്ടില്ലേ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള പിക്ചർ വളരെ വികൃതമായിട്ടാണ് ഇയാളുടെ തലച്ചോറി ഫീഡായിരിക്കുന്നത്. ഇപ്പൊ ഗംഗയുടെ മനസ്സിൽ നാഗവല്ലി കയറിയ പോലെ അത് അവിടെ ഉറച്ചുപോയി. ആ ചിന്ത മാറ്റിക്കളയണം. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ പലരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു വരും. സാർ ഏത് വഴി കൂടെ സഞ്ചരിച്ചാലും എന്റെ വീട്ടിന്റെ വഴി കൂടെ സഞ്ചരിക്കരുത്. കാരണം വീട്ടിൽ പുതിയ പട്ടിയാണ്, സാറിനെ അറിയില്ല. എല്ലാ പട്ടികളും അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യണം. സാധാരണ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതും സംസാരിക്കുന്നത് എവിടെ വെച്ചാ? ബെഡ്റൂമിൽ വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ബെഡ്റൂം ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇത് നിങ്ങളുടെ ബെഡ്റൂം ആണെന്ന് വിചാരിക്കും. ബെഡ്റൂം ആണെന്ന് വൈഫ് ഇവിടെ ഉണ്ടല്ലോ. വൈഫ് ഹേമ മനസ്സിലായല്ലോ? ശ്രീജയാണ്. ശ്രീജ. അപ്പൊ ഇരുന്നോളൂ. ബെഡ്റൂം ആണ്. നീ അങ്ങനെ അവിടെ കയറി കിടക്കണം. സാറേ ഇത് ഇവരുടെ ബെഡ്റൂം ആണോ? ആണ്. എങ്കിൽ ഞാൻ ഈ കട്ടിലടി വേണം. എടാ വൃത്തിയോടെ മാറിക്കടാ. സാർ ഞാൻ കാര്യങ്ങൾ ഇവിടെ കണ്ടാൽ അവിടെ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. നിന്റെ സ്ഥിരം പരിപാടി ഇതാണെന്ന്. നീ അവിടെ മാറി അങ്ങോട്ട്. എടാ ഇവിടെ നിന്ന് കണ്ടാൽ മതി. അതെ നിങ്ങൾ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട്, അതായത് നമ്മൾ രാത്രി അമ്മ ഇരിക്കില്ല, അപ്പൊ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം. എന്താണെന്ന് വെച്ചാൽ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചു കണ്ടുപഠിച്ചോളണം. ഇതുപോലെയാണ് അവരുടെ ജീവിതം എന്ന് വേണം കോടതി പറയാൻ. ഓക്കെ സംസാരിച്ചോളൂ. ചേട്ടാ ഇല്ല ഒന്നുമില്ല. ആ വഴി കൂടി പോയ ആൾക്കാർ വരെ പേടിച്ചു പോയി. എന്തുവാണോ ഇതെങ്ങനെയാണ് ഐ ലവ് യു പറയണ? ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ പറയണം. റൊമാൻസ് വരണം. മുഖത്ത് റൊമാൻസ് വരട്ടെ. റൊമാൻസ് വരുന്നോ? ഈ മൂക്ക് ഇങ്ങനെ പാലം പൊളിഞ്ഞിരിക്കുക, ഓപ്പറേഷൻ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നോ? കാണിച്ചേ റൊമാൻസ്. റൊമാൻസ് എനിക്ക് കാണിച്ചേ.
ഇത് നല്ല എരിവുള്ള ചിക്കൻ കറി തിന്നുമ്പോ ചിക്കനൊക്കെ പല്ലിന്റെ ഇടയിൽ കയറൂലേ, അതിന്റെ എക്സ്പ്രഷൻ ആയി കാണുന്നത്. ഓ ആ എക്സ്പ്രഷൻ ഒന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും മിണ്ടി മറിഞ്ഞു ഇരുന്നാ മതി. പൊന്നെ ചേട്ടാ നിന്റെ ഭാഗ്യമാണ് ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത്. അയ്യോ പിന്നെ അവൻ കിടക്കാം. ഇത്രയും വെട്ടത്തോ? കണ്ണടച്ചങ്ങ് ഇരുട്ടാക്ക ആര് കാണാനാ? ഞാൻ കാണും. ആ അത് അവര് കാണും. അയ്യോ എന്റെ പൊന്ന്, അയ്യോ എന്റെ പൊന്ന് ശ്രീജ, പൊന്നെ നീ എന്താ ഇവിടെ? ആരൊന്നും പറയണ്ട, എല്ലാം ഞാൻ കണ്ടു, എനിക്ക് എല്ലാം മനസ്സിലാവുകയും ചെയ്തു. എന്താ കൊണ്ട് നടിയത്? ഇത് വേറൊന്നും അല്ലെന്നത്, ഈ വക്കീൽ സാറിനെ കാണാൻ വേണ്ടി ഒരു ചുമ്മാ ഒരു നാടകം കളിച്ചല്ലേ? അയ്യോ, തന്റെ നാടകം പല വേദികളായിട്ട് പലപ്പോഴായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക. ചില വേദികളിൽ വന്നിട്ട് ഞാൻ തനിക്ക് പുരസ്കാരം തന്നിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ വേദിയൊന്നും ഇല്ലെന്ന്, എനിക്കിപ്പോ ഒറ്റ വേദിയോളൂ. നീ ദേ വക്കീലെ, ഓ എന്റെ ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ടല്ലേ ഞാൻ വക്കീലിനെ സമീപിച്ചത്. അതെ. പിന്നെ ഇയാൾ എന്തിനാ ഇവിടെ വിളിച്ചു കൂട്ടിയത്? അയ്യോ ഞാൻ വിളിച്ചു കൂട്ടിയതല്ല, ഇയാൾ വന്ന് കയറിയതാണ്. അതുകൊണ്ട് ഗുണമുണ്ടായില്ലേ ശ്രീജ? ശ്രീജ ആദ്യം ഈ കേസുമായിട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ ഈ കേസിന് ബലമുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് തെളിവുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ടോ, ആവശ്യത്തിന് തെളിവായില്ലേ, ഒരു അവിഹിതം പിടിച്ചോ, ഇപ്പൊ ശക്തനായ ഒരു സാക്ഷിയെ കിട്ടിയോ, അപ്പൊ കേസിന് ബലപ്പെട്ടു. കേസ് സ്ട്രോങ് ആയി. ഇനി നീ നുണ പറയണ്ട, സത്യം മാത്രം വിളിച്ചു നുണ പറയണ്ടേ? വേണ്ട. ബഹുമാനപ്പെട്ട ഓണർ, ഇതുപോലൊരു കൂതറ ഭർത്താവിന് ഈ പാവം ചേച്ചിക്ക് കൊടുക്കരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് വേർപെടുത്തി കൊടുക്കണം ഓണർ. വെരി ഗുഡ്, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അപ്പൊ സാറേ ഞാനോ? എന്റെ പേരെന്തായിരുന്നു? സാധു. ഭാര്യയും കൂടി പോയ സ്ഥിതിക്ക് താൻ ഇനി സാധു അല്ല, പിന്നെ അസാധു.